ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ കലത്തപ്പം തയ്യാറാക്കുന്നത് അരി കുതിർത്ത് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരിപ്പൊടി വെച്ച് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, അതും നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ, ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി, പുട്ടിൻ്റെ അല്ല, ഇടിയപ്പത്തിന് എടുക്കുന്ന കുറച്ചുകൂടി നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ശർക്കര, മധുരത്തിന് ആവശ്യമായ ശർക്കര. അപ്പോൾ അതേ അളവിൽ തന്നെ ശർക്കരയും കൂടെ എടുക്കുക. ആദ്യം ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം, അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ശർക്കരയൊന്ന് കുറച്ച് കറുത്ത ശർക്കര നോക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് അടുപ്പിലൊന്ന് ഉരുകാൻ വയ്ക്കാം. അപ്പോൾ ഉരുകി അരിച്ചെടുത്ത് നമുക്കത് ഇതിലോട്ട് ചേർത്ത് വേണം തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ നല്ല തിളച്ചു കൊണ്ടിരിക്കുന്ന ശർക്കരയുടെ പാനിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അത് അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയത്തിന് ബാക്കി എന്തൊക്കെ വേണമെന്ന് പറയാം. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ 2 രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെ വറുക്കാൻ ആവശ്യമായതും പിന്നെ ചിരകിയെടുത്തതും, പിന്നെ 3-4 ഏലയ്ക്ക, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് നെയ്യ്, പിന്നെ വേണ്ടത് നമ്മുടെ സോഡാപ്പൊടിയാണ്, അതൊരു ഇച്ചിരി വേണം. അതും കൂടി ചേർത്ത് അരിപ്പൊടി, ഇത് ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ നട്ട്സായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചെറിയ രീതിയിൽ നൈസാക്കി എടുത്തിട്ടുണ്ട് അതും. അപ്പോൾ ഇത് ഇത്രയാണ് വറുത്തിടാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. ആദ്യം ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ 2 ചെറിയ കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ അളവിൽ തന്നെ ശർക്കര അതേ കപ്പിൽ 2 കപ്പ് എടുക്കുക. അപ്പോൾ എന്നാലേ കറക്റ്റ് അളവിനുള്ള ആ ഒരു മധുരം കിട്ടത്തുള്ളൂ. പിന്നെ അര ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ആദ്യം കരണ്ടി കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളിത്. അപ്പോൾ അല്ലെങ്കിൽ അടിയിൽ മാവൊക്കെ കട്ട ഒഴിച്ച് കിടന്നാൽ പിന്നെ അത് അരഞ്ഞു കിട്ടാനും കുറച്ച് പാടായിരിക്കും. നമ്മൾ നല്ല പൊടിഞ്ഞ പൊടിയാണ്, എന്നാലും നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലോട്ട് ആ തേങ്ങ നമ്മൾ എടുത്തു വെച്ചിരുന്നത്, ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തു വെച്ചിരുന്നത്. അത് 1 കപ്പ് തേങ്ങ മതി, അതിന് 2 കപ്പ് അരിപ്പൊടിക്ക്. അപ്പോൾ അതും ഇതുപോലെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഇതുപോലെ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ഗ്ലാസ് വെള്ളത്തോളം നമുക്കിത് അരച്ചെടുക്കാൻ ആവശ്യമായി വരും. അപ്പോൾ വെള്ളം കൂടിപ്പോകാതെയും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ആ 2 കപ്പ് മാവിന് ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇത്ര കട്ടിക്ക് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഒരു മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പാണ് ചേർത്തിരിക്കുന്നത്, ഒരു 4 ഏലയ്ക്ക. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഒരിക്കൽ കൂടി ഒന്ന് അടിച്ചെടുക്കുക. നല്ല മഷി പോലെ അരയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തേങ്ങ ഒന്ന് ചെറുതായിട്ട് ആ മാവിലൊന്ന് കൂട്ടായി കിട്ടണം, അത്രയും മതിയാകും. ദാണ്ട ഏലക്കയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്, ആ ഒരു രീതിയിലത് മതിയാകും. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറിലാണ് എടുക്കുന്നത്, തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വിസിലിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ശർക്കര പാനി ഏതാണ്ട് നല്ല തിളച്ച്, അപ്പോൾ കൂടുതൽ വെള്ളം ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടില്ല, അര ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് ആ തിളച്ചു കൊണ്ടിരിക്കുന്ന, ഒട്ടും തന്നെ ചൂടാറാതെ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ശർക്കര പാനി നമ്മൾ ആ ഒരു അരിപ്പിലോട്ട്, ഇതുപോലത്തെ അരിപ്പിൽ നിന്ന് ഞാൻ അരിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്, നമ്മുടെ മാവിൻ്റെ കൂട്ടിലോട്ട്. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് നല്ല ചൂടോട് കൂടി വേണം ഇത് ഒഴിക്കാൻ. അപ്പോൾ അടുപ്പിൽ നിന്ന് എടുത്ത് അതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ല ചൂടോട് കൂടി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല തിളച്ചത് നമ്മളിത് ഒഴിച്ചാൽ മാത്രമേ നല്ല ഇതളായി നമ്മുടെ കലത്തപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നല്ല തിളച്ചതോടുകൂടി നമ്മളിത് ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി വേണ്ടത് പിന്നെ കുക്കറൊന്ന് ചൂടാക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കുക. നമുക്കിതിൽ എന്തൊക്കെ ഇടണം? കപ്പലണ്ടി, ചെറിയ ഉള്ളി, അപ്പോൾ അതുപോലത്തെ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ അപ്പോൾ ഉള്ളിയുടെ ടേസ്റ്റ് നമുക്ക് ഈ മധുരത്തിനോട് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് ചെറിയ ഉള്ളി ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ കലത്തപ്പത്തിൽ ചെറിയ ഉള്ളിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അപ്പം ഞാൻ എന്തായാലും അത് ചേർത്തിട്ടില്ല, അത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ നെയ്യിലും ചെയ്യാം, എണ്ണയിലും ചെയ്യാം, വെളിച്ചെണ്ണയിൽ. അപ്പോൾ നെയ്യ് ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു മണവും ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ഞാനിവിടെ നെയ്യിലാണിത് ചെയ്തെടുക്കുന്നത്.
പിന്നെ ഞാൻ ഇതിലോട്ട് ദാണ്ടെ ഒരു തുള്ളി നമ്മുടെ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തുള്ളി മതിയാകും, ഒരു പിഞ്ച്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതാണ്ട് ഇത്രയും തന്നെ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെ വേണം. തീരെ കുറയാനും പാടില്ല, കട്ടിക്കും ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് അളവിനായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്കിയതിന് ശേഷം ഞാൻ കുക്കർ ദാണ്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും നെയ്യ് ഒഴിച്ചത് ഞാൻ ഇതൊക്കെ ഒന്ന് വറുത്ത് കോരാൻ ആവശ്യമുള്ള നെയ്യാണ് ചേർത്തിരിക്കുന്നത്. തേങ്ങ നമ്മളതിപ്പം നല്ല ഉണങ്ങിയ തേങ്ങ ഇതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഒന്ന് ചൂടാക്കി ഞാൻ ഇതിനെ ഒന്ന് കോരി മാറ്റിയതിന് ശേഷം ഈ കുക്കറിൽ തന്നെ നമുക്ക് നമ്മുടെ കലത്തപ്പം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറിൽ ഇത് ഒരു പിന്നെ കുറച്ച് വലിപ്പമുള്ളതല്ലേ, അപ്പോൾ അതേ അളവിനാണ് ആക്കിയിരിക്കുന്നത്. ഒരു 3 ലിറ്ററിൻ്റെ കുക്കറൊക്കെ ആണെങ്കിൽ കുറേ കൂടെ ഹൈറ്റിൽ നമ്മുടെ കലത്തപ്പം തയ്യാറായി കിട്ടും. അപ്പോൾ അത് ഏതിലായിരുന്നാലും നല്ലതുപോലെ നെയ്യൊക്കെ ഒന്ന് ഒഴിച്ച് ചേർത്തതിന് ശേഷം വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതിപ്പോൾ തേങ്ങ ഒന്ന് തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ ദാണ്ടെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുരിങ്ങതിനെയൊക്കെ ഒരു കോരി ഒരു ബൗളിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. അപ്പോൾ മാറ്റിയതിന് ശേഷം ഇതിൻ്റെ പകുതി നമുക്ക് ഇതിൻ്റെ ഈ കൂട്ടിലോട്ട് ആദ്യം ചേർത്ത് കൊടുക്കാം. കുറച്ച് നമുക്കൊന്ന് മാറ്റി ഇതിൻ്റെ ഏതാണ്ട് ഒരു പിന്നെ മുകളിലോട്ട് നിൽക്കുന്ന രീതിയിൽ ഏതിട്ടാലും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വെള്ളം പോലെ ഇരിക്കുന്ന ഈ കൂട്ടായതുകൊണ്ട് ഇതിലോട്ട് മുകളിൽ തന്നെ നിൽക്കുന്നത് ഇതുപോലെ ഇത് ചേർത്ത് കൊടുത്തപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ആ നെയ്യോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുക്കറിൽ ഞാൻ കുറച്ച് നെയ്യ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇത്ര നെയ്യ് ഇരിപ്പുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യുണ്ട്. അതിനെ മൊത്തത്തിലൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. മൊത്തം ചുറ്റിച്ചപ്പോൾ എല്ലാ ഭാഗത്തും നെയ്യ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം നല്ല കൂട്ടി തന്നെയാണ് ഈ സമയം ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം നല്ല കൂട്ടി കുക്കർ നല്ല ചൂടായി വേണം വെക്കാൻ. അപ്പോൾ ഇതുപോലത്തെ 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതെല്ലാം അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് 2ആയിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ ഞാനിത് ഒറ്റ ഇതായിട്ട് ഈ 5 ലിറ്റർ കുക്കറിൽ ഇത്രയും അളവിന് കറക്റ്റായിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ബാക്കി ഇരുന്നതും കൂടെ ഞാൻ ഇതിലെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ചേർക്കാൻ ഒന്നും തന്നെ ഇല്ല. ഒരു 5 മിനിറ്റ് നമുക്ക് നല്ല തിളയ്ക്കാൻ വേണ്ടിയുള്ള ആ ഒരു ചൂടിന് വേണ്ടി ഫ്ലെയിം കൂട്ടി വയ്ക്കുക. വിസിൽ എടുത്ത് മാറ്റുക. വിസിൽ വെക്കേണ്ട ആവശ്യമേ ഇല്ല. വിസിലില്ലാതെയാണ് നമ്മൾ ഈ കലത്തപ്പം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടായി നല്ല തിളച്ച് വരുന്നുണ്ട്. 4 ഭാഗവും കണ്ടല്ലോ. എന്നിട്ട് ഈ തിളയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഏതാണ്ട് ഒരു 10-12 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. ഒരു 4 മിനിറ്റ് ഈ തിളയ്ക്കുന്ന സമയം മാത്രം ഫ്ലെയിം കൂട്ടിയാൽ മതി. ഇത് ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് ആയതിന് ശേഷം ഇതാ തുറന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ കലത്തപ്പം നല്ലതായിട്ട് നല്ലൊരു മണമൊക്കെയാണ് തയ്യാറായിട്ടുണ്ട്. എന്തെങ്കിലും കൊണ്ടൊന്നത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ നമുക്കതിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഞാൻ ദാണ്ടെ പപ്പടം പൊള്ളിക്കുന്ന കമ്പിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദാണ്ടെ ഒന്നും ആയില്ല. നല്ല ഒരു മണവും നല്ല ഒരു ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ എല്ലാം തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് എല്ലാം ഒന്ന് തിളയ്ക്കുന്ന രീതിയിൽ, അത് കഴിഞ്ഞിട്ട് ഒരു ലോ ഫ്ലെയിമിൽ, തീരെ ലോ ആക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 7-8 മിനിറ്റ് മതിയാകും. നമ്മുടെ കുക്കറിലെ കലത്തപ്പം തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട്, എല്ലാവരും കണ്ടല്ലോ നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണമൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കരിപ്പട്ടിയൊക്കെ കൂടെ ചേർക്കുകയാണെങ്കിൽ വല്ലാത്തൊരു മണമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യാൻ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയത് കാരണം അത് കട്ട് ചെയ്യാനും കുറച്ച് പാടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഇനി നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കുക്കറിൽ നിന്ന് ഞാൻ ഒന്ന് ഇളക്കി വേറൊരു പ്ലേറ്റിലോട്ട് വെക്കാൻ പോവുകയാണ്. കുറച്ച് സമയം ആയല്ലോ, അതുകൊണ്ട് നല്ല ചൂടായത് കാരണം ഇതിപ്പോൾ ഞാനൊന്ന് വേറൊരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ട് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ എടുത്ത് മാറ്റിയപ്പോൾ തന്നെ നല്ല ഒരു സോഫ്റ്റാണ്. അത് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എടുത്തെടുത്ത് അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലായിട്ടുണ്ട്. നല്ല വെന്ത് ഇതളായി ഇരിപ്പുണ്ട് നമ്മുടെ കലത്തപ്പം. അപ്പോൾ ഇത് ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം.
ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ് കാരണം സത്യം പറഞ്ഞാൽ കട്ട് ചെയ്യാൻ തന്നെ വലിയ പാടാണ്. നല്ല ഒരു സോഫ്റ്റാണ്. നമ്മൾ അരിമാവിൽ ചെയ്തത് കൊണ്ടാണ് ഇത്രയും നല്ലൊരു സോഫ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു വിധത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്ര സോഫ്റ്റാണ്. പക്ഷെ നല്ല ഒരു ടേസ്റ്റും മണവും ആ ഒരു നെയ്യുടെയൊക്കെ ഒന്ന് മൊരിഞ്ഞും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദാ ഇതുപോലെ ഇതളായി നല്ല ഒരു ഇതായിട്ട്, പിന്നെ അടിഭാഗം നല്ല കരിഞ്ഞിട്ടില്ല, പക്ഷെ ചെറിയ രീതിയിലൊന്നും ആയിട്ടുണ്ടെങ്കിലും പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആ മുരിഞ്ഞ ഭാഗം കഴിക്കാൻ തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.